ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ മാൽറ്റം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ട് വലിയ വീഡിയോ അല്ല, ജസ്റ്റ് ഷോർട്ട് വീഡിയോ ആണ്. അത് മോട്ടിവേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, അധികം നീട്ടാത്ത വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ ലോകത്ത് ജീവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 32 വർഷം, ജസ്റ്റ് 32 ഇയേഴ്സ് മാത്രമേ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അതന്നെ എനിക്ക് ധാരാളം ഇനഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ജീവിച്ച് കാണിച്ചിട്ട് പോയേക്കാണ് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക എടുത്ത ലെജൻഡ് ഗ്രേറ്റസ്റ്റ് അലക്സാണ്ടർ. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പുള്ളിക്കാരൻ മോട്ടിവേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോണില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മന്ത്രിനെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ലാസ്റ്റ് 3 വിഷസ് ഉണ്ട്, എൻ്റെ വിഷസ് നീ നിറവേറ്റി തരണം. അതായത് എൻ്റെ മരണത്തിൻ്റെ സമയത്ത് എനിക്ക് 3 ആഗ്രഹങ്ങളുണ്ട്, അത് നീ നിറവേറ്റി തരണം എന്ന് പറഞ്ഞിട്ട് മന്ത്രിയോട് തൻ്റെ 3 ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തൻ്റെ 3 വിഷസ് പറയാണ്. ആ വിഷസ് എന്താ ഞാൻ പറയാം. മൈ ഫിസിഷ്യൻ എലോൺ മസ്റ്റ് ക്യാരി മൈ കഫിൻ. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ആ കാലത്ത് അലക്സാണ്ടറെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ്, അതാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അവരായിരിക്കണം എൻ്റെ അവസാന ശവശരീരം ചുമന്നുകൊണ്ട് കല്ലറവരയ്ക്ക് വരേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വിഷ് കഴിഞ്ഞു. സെക്കൻഡ് വിഷ്, വെൻ മൈ കഫിൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദി ഗ്രേവ്, ദ പാത്ത് ലീവിങ് ടു ദി ഗ്രേവ് യാർഡ് ഷാൽ ഡിസ്പ്ലേ ദി വെൽത്ത് ഐ കളക്റ്റഡ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ശവശരീരം കൊണ്ടുപോകുന്ന സമയത്ത് ആ റോഡുകളുടെ ഉടനീളം താൻ ഇതുവരെ സമ്പാദിച്ചു വെച്ചേക്കുന്ന എല്ലാ പൈസയും സ്വത്തും എല്ലാം റോട്ടിൽ വാരി വിതറി എറിയണം. ഇതാണ് പുള്ളിക്കാരൻ്റെ സെക്കൻഡ് വിഷ്. തന്റെ 2 ആഗ്രഹങ്ങൾ മന്ത്രിയോട് പറഞ്ഞ ശേഷം 3ാമത്തെ ആഗ്രഹം പറയാണ്, മൈ തേർഡ് ആൻഡ് ലാസ്റ്റ് വിഷ് ഈസ് ദാറ്റ് ബോത്ത് മൈ ഹാൻഡ്സ് ഹാങ് ഔട്ട് മൈ കഫിൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ നാട്ടിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും അവരുടെ ചടങ്ങുകൾ അനുസരിച്ചിട്ട്, അതായത് നമ്മുടെ നാട്ടിലൊരു സ്ത്രീയോ പുരുഷനോ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം ഫുൾ ഒരു ബോക്സിനകത്ത് കവർ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകാം. അതൊക്കെ നോർമലായിട്ടാണ് നിങ്ങൾ ചെയ്യണം. ബട്ട് അതിലൊരു വെറൈറ്റി ആയിട്ട് നിങ്ങളൊന്ന് ചെയ്യണം. എല്ലാവരും കവർ ചെയ്തിട്ടാണ് കൊണ്ടുപോകാൻ ശരീരം മുഴുവൻ. പക്ഷെ നിങ്ങൾ എല്ലാം കവർ ചെയ്തിട്ട് എൻ്റെ കൈ 2 മാത്രം നിങ്ങൾ പുറത്തേക്ക് ഇടണം. ഇങ്ങനെ മലർക്കെ പുറത്തേക്ക് ഇട്ടിട്ടാണ് കൊണ്ടുപോകേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറയാൻ വരുന്ന ഇതിലൂടെ നമ്മളോട് പറയാൻ വരുന്ന 3 മോറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞത് അതായത് പറഞ്ഞാൽ തന്നെ ശുശ്രൂഷിച്ച് ഡോക്ടറായിരിക്കണം തൻ്റെ ശരീരം കൊണ്ടുപോകുക. അതിലൂടെ നമ്മളോട് പറയാൻ പറ്റുന്നത്, നീ എത്ര വലിയ കൊലക്കൊമ്പനാണ്, എത്ര വലിയ പണക്കാരനാണെങ്കിൽ പോലും, എത്ര വലിയ ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നാൽ പോലും മരണത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇതാണ് ആദ്യത്തെ വിഷയിലൂടെ നമ്മളോട് പറയുന്നത്. സെക്കൻഡ് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരനെ ഇതുവരെ സമ്പാദിച്ച എല്ലാ പൈസയും സ്വത്തുക്കളെല്ലാം റോട്ടിലുടനീളം വലിച്ചെറിയണം. അതായത് നീ എത്രയൊക്കെ സമ്പാദിച്ചാലും പോകുന്ന സമയത്ത് നീ അതിൽ ഒരു പൈസ പോലും നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നീ ആഗ്രഹിച്ചാലും പറ്റില്ല. അതാണ് സത്യം. പിന്നെ തേർഡ് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കൈ 2 മലർക്കെ പുറത്തിട്ട് കൊണ്ടുപോകണം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ എത്രയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം പോകുന്ന സമയത്ത് വെറുതെ കൈയോടെ നിനക്ക് പോകാൻ പറ്റും. സോ ഇതിലൂടെ പുള്ളിക്കാരൻ നമ്മളോട് പറയാൻ പറ്റുന്നത്, നീ എത്രയൊക്കെ ആഗ്രഹിച്ച് നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടുന്ന സ്വത്തിന് പുറമെ നിനക്ക് അധികം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് എന്താ പറയുക, അതിൽ സന്തോഷിക്കാം. നിങ്ങളും സന്തോഷവാനായിരിക്കും, അവർ സന്തോഷവാനായിരിക്കും, അവരുടെ അനുഗ്രഹങ്ങളും നിങ്ങളെ കിട്ടും, അവർ ഹാപ്പി ആയിരിക്കും. ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. ഇനി ഒരു പുതിയ വീഡിയോയിലായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് മാൽറ്റൻ ബോയ്. ബൈ ബൈ.